What percent of the total area is represented by the shaded portion? ചിത്രത്തിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം ആകെയുള്ളതിന്റെ എത്ര ശതമാനമാണ്? ഇപ്പോൾ ഇവിടെ ആകെയുള്ളത് എത്രയാണ്? 16 സ്ക്വയേഴ്സ് ആണ് ഇല്ലേ? അതിൽ എത്ര ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 6 സ്ക്വയേഴ്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 16ൽ 6 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻറ്റു 100. അപ്പോൾ എത്ര കിട്ടും? 600 ഡിവൈഡഡ് ബൈ 16 എന്ന് കിട്ടും. 600 ഡിവൈഡഡ് ബൈ 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 37.5 ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 37.5% എന്നാണ്. 37.5% എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 37.5%. ഓക്കെ. The length of a rectangle is increased by 50% and breadth decreased by 50%. What change will happen to its area? ഒരു ചതുരത്തിന്റെ നീളം 50% കൂട്ടുകയും വീതി 50% കുറയ്ക്കുകയും ചെയ്താൽ വിസ്തീർണത്തിൽ എന്ത് മാറ്റം വരും? ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് ചെയ്തു നോക്കാം. ഒരു ചതുരം, അതായത് നീളം 20 സെന്റിമീറ്ററും വീതി 10 സെന്റിമീറ്ററും ഉള്ള ഒരു ചതുരം എടുത്തേ. അപ്പോൾ എത്ര കിട്ടും അതിന്റെ ഏരിയ? 20 × 10 200 സ്ക്വയർ സെന്റിമീറ്റർ കിട്ടും. ഇനി ഇതിന്റെ ലെങ്ത് 50% കൂട്ടുന്നു. 20ന്റെ 50% എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി 10 ആണല്ലോ. 50% എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ 20ന്റെ 50% എന്ന് പറഞ്ഞാൽ 10 ആണല്ലോ. ആ 10ഉം കൂടി 20ന്റെ കൂടെ കൂട്ടുമ്പോൾ ലെങ്ത് എത്ര ആവും? 30 സെന്റിമീറ്റർ ആവും. ഇനി ബ്രെഡ്ത്ത് 50% കുറയ്ക്കുന്നു. 10ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 5 ആണ്. 10ൽ നിന്ന് 5 കുറച്ച ബ്രെഡ്ത്ത് എത്ര ആവും? 5 സെന്റിമീറ്റർ ആവും ഇല്ലേ? ഇനി ഇപ്പോൾ ഏരിയ എത്ര ആവും? 30 × 5 150 സ്ക്വയർ സെന്റിമീറ്റർ ആയി. അപ്പോൾ ലെങ്ത് 50% കൂട്ടുകയും ബ്രെഡ്ത്ത് 50% കുറയ്ക്കുകയും ചെയ്തപ്പോൾ ഏരിയ 150 സ്ക്വയർ സെന്റിമീറ്റർ ആയി. ആദ്യം ഏരിയ 200 സ്ക്വയർ സെന്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ ഏരിയ എത്ര കുറഞ്ഞു? 200 മൈനസ് 150 50 സ്ക്വയർ സെന്റിമീറ്റർ കുറഞ്ഞു ഇല്ലേ? ഈ കുറഞ്ഞതിന്റെ മാറ്റം, കുറഞ്ഞതിന്റെ ശതമാനം, നമുക്ക് ഇവിടെ ഉത്തരം ശതമാനത്തിലാണ് വേണ്ടത് ഇല്ലേ? അപ്പോൾ ഈ കുറഞ്ഞതിന്റെ ശതമാനം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം 200 സ്ക്വയർ സെന്റിമീറ്റർ ആയിരുന്നു. അതിൽ നിന്ന് എത്രയാ കുറഞ്ഞത്? കുറഞ്ഞത് ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. എത്രയാ കുറഞ്ഞത്? 200 എത്രയായി മാറി? 150 ആയി മാറി. അപ്പോൾ കുറഞ്ഞത് എത്രയാണ്? 50 കുറഞ്ഞു. ഇനി ഇതിന്റെ പെർസെൻറ്റേജ് എത്രയായിരിക്കും? ഇൻറ്റു 100. എത്ര കിട്ടും? 0യും 0, 2 0യും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 50/2 എന്ന് കിട്ടും. 50/2 എന്ന് പറഞ്ഞാൽ 25% ആണ് കുറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് will decrease by 25%. ഓക്കെ. A man saves 10% of his savings and deposits 20% of the saving in a bank. What percent of his total earnings does he deposit in the bank? ഒരാൾ തന്റെ വരുമാനത്തിന്റെ 10% മിച്ചം പിടിക്കുകയും അതിന്റെ 20% ബാങ്കിലിടുകയും ചെയ്യുന്നു. എങ്കിൽ ബാങ്കിലിടുന്നത് ആകെ വരുമാനത്തിന്റെ എത്ര ശതമാനമാണ്? ഒരാൾ 10% സേവ് ചെയ്യുന്നു. ആ 10%ത്തിന്റെ 20%മാണ് ബാങ്കിലിടുന്നത്. 10% എന്ന് പറഞ്ഞാൽ 10/100 ആണ് ഇല്ലേ? ഈ 20% ഓഫ് 10% ആണ് ബാങ്കിലിടുന്നത്. അപ്പോൾ 20% ഓഫ് 10% എന്ന് പറഞ്ഞാലോ? 20% എന്ന് പറഞ്ഞാൽ 20/100 ഇല്ലേ? അപ്പൊ 20/100 ഓഫ് 10/100 എന്ന് വരും. 20/100 ഓഫ് 10/100 എന്ന് പറഞ്ഞാൽ 20/100 ഇൻറ്റു 10/100 അല്ലേ? ഇതിൽ നിന്ന് മുകളിലുള്ള 2 0യും താഴെയുള്ള 2 0യും ക്യാൻസൽ ആയി പോവല്ലോ. ബാക്കി എത്ര കിട്ടും? 2/100. അപ്പോൾ ആകെയുള്ളതിന്റെ 2/100 ആണ് ബാങ്കിലിടുന്നത്. 2/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2% ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 2% ആണ്. ഓക്കെ. The population of a town is increased from 90,000 to 91,350. Find the increased percentage of population. ഒരു ടൗണിലെ ജനസംഖ്യ 90,000 നിന്ന് 91,350 വർദ്ധിച്ചു. എത്ര ശതമാനമാണ് വർദ്ധിച്ചത്? അപ്പോൾ 90,000 നിന്ന് 91,350 ആയിട്ടാണ് വർദ്ധിച്ചത്. അപ്പോൾ ഇത് എത്രയാണ് വർദ്ധിച്ചത് എന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? 91,350 നിന്നും 90,000 മൈനസ് ചെയ്യണം ഇല്ലേ? അപ്പോൾ എത്ര കിട്ടും? 1,350 എന്ന് കിട്ടും. ഇനി 90,000 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ എത്രയും കൂടെ കൂടി? 1,350 കൂടെ കൂടി. അതിന്റെ പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റിൽ ഉണ്ടായിരുന്ന 90,000ൽ 1,350 ആണ് ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ ഈ ഇൻക്രീസ് ചെയ്തതിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 100.
മുകളിലുള്ള 3 സീറോയും താഴെയുള്ള 3 സീറോയും ക്യാൻസൽ ആയി പോവല്ലോ. ബാക്കി എത്ര കിട്ടും? 135 ഡിവൈഡ് ബൈ 90 എന്ന് കിട്ടും. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 90 എന്ന് പറയുന്നത് 9 into 10 അല്ലേ? അപ്പോൾ 135 ഡിവൈഡ് ബൈ 9 into 10 എന്ന് എഴുതാം. ഇനി 135 ഡിവൈഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ആണ്, 15 ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 15 by 10 ദാറ്റ് ഈസ്. അപ്പോൾ ഇവിടെ 15നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആ ഒരു സ്ഥാനം മാറ്റി ഡെസിമൽ പോയിന്റ് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ എത്ര കിട്ടും? 1.5 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 1.5% ആണ്. ഓക്കെ.